നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ദേഷ്യം ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കട്ടെ അമ്മേ. പാടില്ല. നിന്റെ ദേഷ്യം ഉള്ളിൽ അണയാത്ത കനലായി നീറി നിൽക്കണം. അവസരം വരുമ്പോ ആ തീ ആളിക്കത്തിച്ച് ആ ഗംഗയെ അതിലിട്ട് ചുട്ടു കൊല്ലണം. അതിനുള്ള ക്ഷമയൊന്നും എനിക്കില്ല അമ്മേ. നീ ഒന്ന് അടങ്ങു മോളെ. വഴിയുണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നെ എടുക്കുകയെങ്ങ ഇപ്പൊ മാളുന് സന്തോഷായോ? ഒത്തിരി സന്തോഷായി. ഇനി ഗംഗ എന്റെ അടുത്തുനിന്ന് എങ്ങോട്ടും പോരുത്. ഇല്ല, പോവില്ല. പോവാൻ മനസ്സുണ്ടായിട്ട് പോയതല്ല ഞാൻ. മാളുനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ സാഹചര്യങ്ങളാ നമ്മളെ അകറ്റാൻ നോക്കുന്നത്. ഇനി എന്ത് വന്നാലും എന്റെ ഗംഗ പോരുത്. ഇല്ല, പോവില്ല. മാളു, ഇപ്രാവശ്യം ഞാൻ പോകത്തിന്റെ കാരണം മഹേട്ടനാ. അതിന് മാളു അച്ഛനോട് താങ്ക്സ് പറയണം. പറയോ? പറയാം. എന്നാ വാ, ഇപ്പൊ തന്നെ പറയാം. എന്റെ ശ്രീ മഹേശ്വരനാണ് സത്യം. മുത്തശ്ശി പറയുന്ന ആളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. മഹേട്ടാ, എന്താ ഗംഗ? മാളുന് മഹേട്ടനോട് എന്തോ പറയാനുണ്ടെന്ന്. എന്താ മാളു? പറ മാളു. പറയാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ കൂടെ വന്നത്. ഇപ്പൊ എന്താ പറയാനൊരു മടി? അത് താങ്ക്സ് മഹി. എന്താ എന്താ പറഞ്ഞേ? ഞാൻ കേട്ടില്ല. ഗംഗയെ പോവാൻ സമ്മതിക്കാതെ ഇവിടെ തന്നെ നിർത്തിയില്ലേ? അതിന് ഒത്തിരി താങ്ക്സ് മഹി. ഏയ് മാളു, ഗംഗ, എന്റെ മോൾ എന്നോട് സംസാരിച്ചു തുടങ്ങിയതെല്ലാം ഗംഗയ്ക്ക് വേണ്ടിയാ. ഇന്ന് അവൾ എന്നോട് താങ്ക്സ് വരെ പറഞ്ഞു. അതും ഗംഗയോട് നിർത്തിയതിനാ. എന്റെ മോളെ എനിക്ക് തിരിച്ചു തരാൻ ഗംഗ എടുക്കുന്ന എഫേർട്ട് ഞാൻ കാണുന്നുണ്ട്. ഇതിനെല്ലാം ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മഹേട്ടൻ എന്തിനാ എന്നോട് നന്ദി പറയുന്നത്? എന്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്നത് മഹേട്ടനല്ലേ? അമ്മേ, എന്നെ ഇട്ടേച്ച് പോവല്ലേ. ഞാനും വരുവാ. എന്താ ഗംഗ ഈ കാണിക്കുന്നേ? എന്നെ വീട്. എനിക്ക് പോണം. എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോണം. എന്നെ വീട്. നിനക്ക് സ്വയം മരിക്കാൻ അവകാശമില്ല. ശ്രീ മഹേശ്വരനാണ് നിനക്ക് ജീവൻ നൽകിയത്. നിനക്ക് ആരും ഇല്ലാതാകുമ്പോ
മഹേശ്വരൻ നിന്നെ കാത്തുരക്ഷിച്ചോളും. എനിക്ക് ഏറ്റവും കടപ്പാടും സ്നേഹവും എല്ലാം ഉള്ളത് മഹേട്ടനോട് തന്നെയാ. മഹേട്ടന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാൻ എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാ. ഗംഗ ഇനി എപ്പോഴും മാളുവിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഉം. മാളു പറയാതെ ഗംഗ ഇവിടുന്ന് പോകരുത്. ഇല്ല മഹേട്ടാ, ഞാൻ പോവില്ല. ഞാൻ എപ്പോഴും മാളുവിന്റെ കൂടെ തന്നെ ഉണ്ടാവും. മഹിയും ഗംഗയും കുട്ടിക്കാലം മുതലേ അറിയുന്നവരാ. ശ്രേയ മഹിയെ സ്നേഹിച്ചതുപോലെ ഗംഗയും മഹിയെ മോഹിച്ചിട്ടുണ്ടെങ്കിലോ? മഹി ഗൗരിയെ വിവാഹം കഴിച്ചപ്പോ നല്ല മനസ്സുള്ള എന്റെ മോള് മഹിയെ മറക്കാനും വഴിമാറി കൊടുക്കാനും തയ്യാറായി. പക്ഷേ ഗംഗയെ അവളുടെ മുത്തശ്ശിയും ഗൗരിയെ ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിലോ? അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? അല്ല, ഹൈമാവതി പറയട്ടെ. അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ അവര് അതെങ്ങനെ ചെയ്തു എന്നാ ഹൈമാവതി പറയുന്നത്? മാന്ത്രികം. നമുക്കറിയാവുന്ന ഗുരുവമ്മയെക്കാളും നാത്തൂൻ കാണുന്ന ജ്യോത്സ്യനേക്കാളും ശക്തിയും മന്ത്രസിദ്ധിയുമുള്ള ആരോ അവർക്ക് പിന്നിലുണ്ട്. അങ്ങനെയുള്ള ഒരാള് 24 മണിക്കൂർ ശ്രീ മഹേശ്വര എന്ന് പറഞ്ഞ് നടക്കും അമ്മേ. മന്ത്രങ്ങൾക്ക് ഗൂഢമായ അർത്ഥമുണ്ട്. നമുക്കറിയാത്ത, കേട്ടുകേൾവി പോലും ഇല്ലാത്ത എന്തെങ്കിലും അവള് പറയുന്നുണ്ടോന്ന് നമുക്കറിയാമോ? ശിവഭക്തര് സാധാരണ ചൊല്ലുന്നത് ഓം നമ ശിവായ എന്നല്ലേ? അത് പറയാതെ ഇവളെന്തിനാ ശ്രീ മഹേശ്വര എന്ന് പറയുന്നത്? ശ്രീ മഹേശ്വരനും മഹാദേവനും ദേവദേവനുമെല്ലാം ഭഗവാൻ ശിവൻ തന്നെയാ. വെറുതെ ഓരോന്ന് പറയാതെ ഹൈമാവതി. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ നമ്മൾ കേൾക്കാതെ അവള് മറ്റെന്തെങ്കിലും ചേർത്ത് പറയുന്നില്ല എന്ന് നാത്തൂന് ഉറപ്പുണ്ടോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്. പുറമെ കേൾക്കാൻ ശ്രീ മഹേശ്വര എന്ന് പറയും, മനസ്സിലും മറ്റു പലതും പറയും. അതുകൊണ്ട് ഇങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ ഗംഗയാണ് ഗൗരിയുടെ മരണത്തിന് പിന്നിലെങ്കിൽ ഗൗരി എന്തിനാ എന്റെ കല്യാണം മുടക്കുന്നത്? ഗൗരിയുടെ ആത്മാവിനെ അവള് വരുതിയിലാക്കിയിട്ടുണ്ടാവും. അമ്മയ്ക്ക് എവിടുന്ന ഇപ്പൊ ഇതൊക്കെ കിട്ടിയത്? എന്നോട് ഇതൊന്നും മുന്നേ പറഞ്ഞിട്ടില്ലല്ലോ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോ കഥ ആലോചിച്ചുണ്ടാക്കി ഇറങ്ങിക്കോളും. ഹൈമാവതി പറയുന്നത് അങ്ങനെ നിസാരമാക്കി തള്ളിക്കളയണ്ട ശ്രേയെ. അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അതൊന്നും ഹൈമാവതി പറഞ്ഞതുപോലെ ആകണമെന്നില്ലെന്നേ ഉള്ളൂ. കണ്ടോ, ഞാൻ പറഞ്ഞത് നാത്തൂന് വിശ്വാസായി. അപ്പൊ എന്റെ മനസ്സിലെ സംശയം വെറും പൊട്ടത്തരല്ല. അതെ, ഗംഗയെ നമ്മൾ വില കുറച്ചു കണ്ടു. അതാണ് നമുക്ക് പറ്റിയ തെറ്റ്. ഇനി ആ തെറ്റ് ആവർത്തിക്കരുത്. അവളെ തന്ത്രപരമായി ഉടനെ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. പക്ഷെ മാളു മഹിയും അതിനൊരിക്കലും സമ്മതിക്കില്ല. അതിനൊരു വഴിയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.